ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലാലിഗയിൽ നടന്ന ബാഴ്സലോണ വേഴ്സസ് റയൽ സോസിഡാഡ് മത്സരം 4-0 എന്ന ഗോൾ സ്കോറിനാണ് ബാഴ്സലോണ വിജയം കരസ്ഥമാക്കിയത്. ബാഴ്സലോണയ്ക്ക് വേണ്ടി റോബർട്ട് ലെവൻഡോസ്കി, അറോഹോ, ഗെസാഡോ എന്നിവരാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിലെ വിജയത്തോടു കൂടി ലാലിഗ പോയിന്റ് ടേബിളിൽ 57 പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ബാഴ്സലോണ. 34 പോയിന്റുമായിട്ട് 9ാം സ്ഥാനത്താണ് റയൽ സോസിഡാഡ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആ മത്സരം തുടങ്ങിയ ആദ്യത്തെ 20 മിനിറ്റ് വരെ രണ്ട് ടീം ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു അറ്റാക്കിംഗ് ഗെയിം പ്ലേ ആണ് ഗൈസ് കാണാൻ വേണ്ടി സാധിച്ചത്. അതിനുശേഷം റയൽ സോസിഡാഡിൻ്റെ ഒരു താരത്തിന് റെഡ് കാർഡ് കൊടുക്കുന്നു. പക്ഷേ ഒരിക്കലും ഡയറക്റ്റ്ലി റെഡ് കാർഡ് കൊടുക്കേണ്ട ഫോളായിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു യെല്ലോ കാർഡൊക്കെ കൊടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യത്തെ ആ ഒരു 10-15 മിനിറ്റ് ബാഴ്സലോണ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു അറ്റാക്കിംഗ് ബോക്സിലേക്ക് വരാൻ, ബോക്സിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. അതിനുശേഷം റെഡ് കാർഡ് കിട്ടിയതിന് ശേഷം മാക്സിമം ഡിഫെൻഡ് ചെയ്തൊരു ബസ് പാർക്കിംഗ് ഗെയിം പ്ലേ ആണ് സോസിഡാഡിൻ്റെ ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. ആദ്യ ഹാഫിൽ തന്നെ 2 ഗോൾ സ്കോർ ചെയ്യുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്തും മാക്സിമം ഗോൾ വഴങ്ങാതിരിക്കുക എന്നുള്ള ഒരു പ്രവണതയാണ് സോസിഡാഡിൻ്റെ പെർഫോമൻസിൽ നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. 2 ഗോൾ സ്കോർ ചെയ്തിട്ടും വലിയ രീതിയിലുള്ള അറ്റാക്കിംഗ് ഗെയിം പ്ലേ ഒന്നും ആയിരുന്നില്ല. അഗെയിൻ ബാഴ്സലോണ 2 ഗോൾ അഗെയിൻ അടിക്കുന്നു. 4-0 എന്ന ഗോൾ സ്കോറിൽ മത്സരം വിൻ ചെയ്യുന്നു. 57 പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനം ബാഴ്സലോണയും. വെറും 1 പോയിന്റ് വ്യത്യാസം മാത്രമാണ് അത്ലറ്റിക്കോ ആയിട്ടുള്ളത്. ഈ ഒരു റയൽ മാഡ്രിഡിൻ്റെ തോൽവി നല്ല രീതിയിൽ യൂസ്ഫുൾ ആയത് അത്ലറ്റിക്കോക്കും അതുപോലെ ബാഴ്സലോണക്കുമാണ്. ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ഗൈസ് ലാലിഗ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ലീഗിലേക്ക് വരുന്ന സമയത്ത് അതിനേക്കാൾ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു മാച്ച് തന്നെയാണ് ഈ 3 ടീമിനും ഏറ്റുമുട്ടാനുള്ളത്. അത്ലറ്റിക്കോനെ സംബന്ധിച്ചിടത്തോളം അത്ലറ്റിക്കോ റയൽ മത്സരം എനിക്കൊന്നും സിറ്റിനേക്കാൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു മത്സരം തന്നെയായിരിക്കും. സിറ്റീനെ സംബന്ധിച്ചിടത്തോളം വളരെ ഫോം ഔട്ടായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു മത്സരം വരുന്നത്. എന്നാലും അത്യാവശ്യം എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കുമെന്ന് പേഴ്സണലി നല്ല ഒട്ടുമിക്ക എല്ലാവരും പ്രതീക്ഷിച്ചൊരു കാര്യമാണ്. പക്ഷേ 2 ടീമും ഇപ്പോൾ സെയിം ഒരു കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അത്ലറ്റിക്കോ ആയാലും റയൽ ആയാലും. അപ്പം എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ബെൻഫിക്കയാണ് കഴിഞ്ഞ മത്സരം ഒരിക്കലും ചെറിയ ടീമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു ടീം തന്നെയാണ് ബെൻഫിക്ക. അവസാനം കളിച്ച മാച്ചിൽ ബാഴ്സലോണ തോൽവി വഴങ്ങും എന്ന് ഓൾമോസ്റ്റ് എല്ലാവരും ഉറപ്പിച്ച ആ ഒരു സമയത്താണ് ഒരു അഗെയിൻ ത്രില്ലിംഗ് കംബാക്ക് ബാഴ്സലോണ നടത്തിയത്. ഈ ഒരു മത്സരം ബാഴ്സക്കും അത്ര എളുപ്പമായിരിക്കില്ല എന്ന് തന്നെയാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഗൈസ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.